അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള രണ്ടാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യൻ ടീം ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. മെയിൻലി നമ്മുടെ ബോളിംഗ് അപാകതയുണ്ടായിരുന്നു. കുൽദീപ് യാദവിനെ പോലുള്ള സ്പിന്നറിനെ നമ്മൾ തീർച്ചയായിട്ടും ഇന്നലെ മിസ് ചെയ്തു. ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല അടി കിട്ടിയൊരു പിച്ചായിരുന്നു, ബാറ്റിംഗ് പിച്ചായിരുന്നു. എങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ബോൾ അറിയാമായിരുന്നു. ഒരുപാട് വൈഡ്സ് എക്സ്ട്രാസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 200-നുള്ളിൽ ഒതുക്കാൻ പറ്റുന്നൊരു പിച്ചായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിൻസ്, ക്യാപ്റ്റൻ, ഓൾ 3 ഫോർമാറ്റ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിൻ്റെ മിന്നും ഫോം തുടർന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ സ്കൈ 360 പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന് 2025 മിന്നും ഫോം തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന തിലക് വർമ്മേനെ എന്തുകൊണ്ടാണ് നമ്പർ 3 ബാറ്റിങ്ങിന് ഇറക്കാത്തതെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഗൗതം ഗംഭീറിന് നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ നമ്പർ 3-ലും 4-ലും ഒന്നും ഇറക്കുന്ന ഇഷ്ടമല്ല. മാക്സിമം ഡൗൺ ദി ഓർഡർ ഇറക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ശിവൻ ഡൂബിനെ കളിപ്പിക്കുന്നത് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ്. പക്ഷേ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നത് 8-ാം നമ്പറിലാണ്. ഇതെല്ലാം ഗംഭീറിൻ്റെ അതിഗംഭീര ടാക്ടിക്സ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കുറച്ച് നാൾ മുമ്പ് വരെ വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു നമ്പർ 3 വന്നുകൊണ്ടിരുന്നത്. ടു ബി ഫെയർ, വാഷിംഗ്ടൺ ആക്ച്വലി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ടീമിൽ ഇല്ല എന്നുള്ളതും ഗംഭീറിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ടാക്ടിക്കൽ പ്ലാൻ ആവാനേ സാധ്യതയുള്ളൂ. എനിവേ, ഒരു മത്സരം ജയിച്ചു, ഒരു മത്സരം തോറ്റു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന പ്ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഈ ടോപ്പ് ഓർഡർ കൺവിൻസിംഗ് ആയിട്ട് പെർഫോം ചെയ്യാത്ത സാഹചര്യത്തിലൊക്കെ അഭിഷേക് ശർമ്മയുടെ ഒറ്റ ബലത്തിലായിരുന്നു നമ്മൾ പല മത്സരങ്ങളും ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം റൺസ് സ്കോർ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ടീം എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഹർദിക് പാണ്ഡ്യ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് കുറച്ചൊന്ന് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. തിലക് വർമ്മയ്ക്ക് സ്ട്രൈക്ക് കിട്ടാത്ത സെനാരിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ബോൾസ് തിലക് വർമ്മ ഫേസ് ചെയ്തിരുന്നെങ്കിൽ കളി കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയെന്ന് തോന്നി. എന്തായാലും സഞ്ജു സാംസൺ ഇനി ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമെന്നുള്ളത് മൂന്നാമത്തെ മത്സരം തീരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടുത്ത മത്സരത്തിൽ കൂടെ ശുഭ്മാൻ ഗിൽ ഫെയിൽ ആവുകയാണെങ്കിൽ പ്രഷർ വിൽ ബി ഹൈ ഓൺ ദ സെലക്ഷൻ കമ്മിറ്റി ആൻഡ് ദ കോച്ച്. കാരണം കുറച്ച് നാളായിട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇതുവരെ ശുഭ്മാൻ ഗിൽ നൽകിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മാച്ചായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്ലെയറിന് 10 കളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു 2 കളിയിൽ അടിക്കും. അപ്പോൾ ശുഭ്മാൻ ഗിൽ ഒരു പക്ഷേ അടുത്ത കളി ചിലപ്പോൾ ഒരു 50-ഓ 70-ഓ ഒക്കെ അടിക്കുക, അല്ലെങ്കിൽ സെഞ്ചുറി പോലും അടിച്ചാൽ സംശയിക്കേണ്ടതില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ശുഭ്മാൻ ഗിലിനെ വീണ്ടും ഒരു 10 കളി കളിപ്പിക്കുക എന്ന് പറയുന്നതോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്തായാലും ഇന്ത്യയുടെ ഈ രണ്ടാം T20 പെർഫോമൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മൂന്നാമത്തെ T20 തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും. അതിനുള്ള ടീം ഇന്ത്യക്കുണ്ട്. ഇന്ത്യ വിജയ വഴിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിൽ 100% വിശ്വാസമുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.